സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പോർക്ക് ഫ്രൈ ആണ് കേട്ടോ. ഒരു അടിപൊളി പോർക്ക് ഫ്രൈ ആണ്. ഇതിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് മസാലകളൊക്കെ ഉപയോഗിക്കാതെ നമ്മൾ റെഡിയാക്കിയെടുത്ത മസാലപ്പൊടികളും ചേർത്ത് ഒരു അടിപൊളി ഫ്രൈ കേട്ടോ. നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് വീഡിയോ കണ്ടുവരാം. അപ്പോൾ ഈ പോർക്ക് ഫ്രൈക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ പോർക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കാം കേട്ടോ. നമുക്ക് ഈ പോർക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് വേവാനായിട്ട് വെക്കാം. പോർക്കാണ് നന്നായിട്ട് വേവണം. അപ്പോൾ ഒരു മണിക്കൂറോളം, നമുക്കൊരു 45-50 മിനിറ്റ് എങ്കിലും നമുക്കൊന്ന് നന്നായിട്ട് വേവണം. അത് നന്നായിട്ട് വെന്ത് നമ്മുടെ പോർക്ക് എന്തായാലും നോക്കാം. അത് നന്നായിട്ട് കുക്കായിട്ടില്ല കേട്ടോ. നന്നായിട്ട് വെന്ത് ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റി ക്ലിയറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ചെറിയ ഉരുളി അടുപ്പത്തേക്ക് വെക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ മതി. എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായി വരട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിലേക്ക് ഒരു സവാള അരിഞ്ഞത്, ഒരു തക്കാളി, 2 പച്ചമുളക് കീറിയത്, ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചെറുതായിട്ട്, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില. വേഗം വാടി കിട്ടാൻ അല്പം ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പെരുംജീരകവും കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം കൂടെ പൊടിച്ചത് മൂക്കുന്നവരെ ഒന്ന് വഴറ്റാം. പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ പോർക്ക് വേവിച്ചത് അല്പാൽപ്പമായിട്ട് ഇട്ട് കൊടുക്കാം. ശേഷം നന്നായിട്ട് നമ്മുടെ ഈ അരപ്പിനകത്ത് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ട പ്രധാനപ്പെട്ട സാധനം നമ്മുടെ വറ്റൽമുളക് ക്രഷ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ ചതച്ചിട്ടാലും മതി. അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു 5 മിനിറ്റ് ഒന്ന് തുറന്നിരിക്കട്ടെ. നമ്മൾ ചേർത്ത മസാലപ്പൊടികളും അതുപോലെ നമ്മുടെ വറ്റൽ മുളക് ക്രഷ് ചെയ്തതുമൊക്കെ നന്നായിട്ട് ഇതിനൊന്ന് പുരണ്ട് വരണം. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ ഗ്രേവിയിൽ കഷ്ണമായിട്ട് നല്ലോണം ഒന്ന് പുരളണം. അതിന് വേണ്ടിയിട്ടൊരു 5 മിനിറ്റ് നമുക്ക് ഇങ്ങനെ വെക്കാം. നമുക്കൊരു 1 ടീസ്പൂൺ കൂടെ പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെറൈറ്റി പോർക്ക് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. സുഹൃത്തുക്കളെ, നിങ്ങൾ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മൾ തന്നെ തയ്യാറാക്കുന്ന മസാലപ്പൊടികൾ മാത്രം ഇട്ടിട്ട് ഇതേപോലെ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വയറിനകത്ത് ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതട്ടെ കേട്ടോ. അപ്പം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക്
അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും, വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി.